ഹെയർ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി വീഴും. അതെടുത്ത് കയ്യിൽ വെച്ചാൽ ആ എനർജി ഉണ്ടാവും അതിൽ. നഖം നിങ്ങളുടെ ആജ്ഞാചക്രയിലേക്ക് ആ ഡിവൈൻ എനർജി വരുന്നതായി സങ്കല്പിക്കുക. സ്ലോലി കാല് ക്രോസ് ചെയ്ത് വെക്കരുത്. ഓപ്പൺ ആക്കി വെക്കുക. കൈയും ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. കൈ യെസ് റിസീവ് മോഡ്. വല്ലാണ്ട് കയറുന്ന അറ്റാച്ച്ഡ് ആവരുത്. നമുക്ക് വോയിസിലൂടെ ഒരാളെ ഹീൽ ചെയ്യാം. കണ്ണടച്ചിരുന്ന ഞാൻ ഹീൽ ചെയ്യാൻ പറ്റും. വാട്സും ഫോണും പണ്ടൊരാൾ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഹീൽ ചെയ്ത് എൻ്റെ തലവേദനയായിരുന്നു. ഇത് 21 ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്തു. മോതിരമൊക്കെ വെച്ചൊന്നും കുഴപ്പമില്ല. കാല് ക്രോസ് ചെയ്ത് വെക്കരുത്. ഓപ്പൺ ആക്കി വെക്കുക. കൈയും ഓപ്പൺ ആക്കിയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കുക. കൈ യെസ് റിസീവ് മോഡ്. കണ്ണ് തുറക്കരുത്. എൻ്റെ ശബ്ദത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. 3 തവണ ഞാൻ ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പറയും. ആ സമയത്ത് ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഈ യൂണിവേഴ്സിലെ ഏറ്റവും പോസിറ്റീവായ എനർജി സ്വീകരിക്കുന്നതായും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ഉള്ളിലുള്ള എല്ലാ വിഷമതകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ അസുഖങ്ങളും, വേദനകളും നിങ്ങളെ വിട്ടു പോകുന്നതായും സങ്കല്പിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീതിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീതിങ്, ബ്രീത്ത് ഔട്ട്. രോഹിത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരു വൈറ്റ് ഡിവൈൻ എനർജി ആകാശത്തു നിന്നും നിങ്ങളുടെ ക്രൗൺ ചക്രയിലേക്ക് വരുന്നതായി വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിനകത്തും പുറത്തുമായി ഓരോ ചക്രയിലേക്കും ആ ഡിവൈൻ എനർജി സ്പ്രെഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ആജ്ഞാചക്രയിലേക്ക് ആ ഡിവൈൻ എനർജി വരുന്നതായി സങ്കല്പിക്കുക. Slowly open your eyes. എനിക്കാടാ ചെയ്തത്, നിനക്കല്ലടാ. അവനോട് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അല്ല, സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യുമല്ലോ. എന്താ ഫീൽ ചെയ്തത്? എന്തോ ഒരു സാധനം ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വട്ടം കറങ്ങില്ല. ഇവിടെ ഞാൻ റേക്കി ഇൻവോക്ക് ചെയ്തിട്ട് വരും. നന്നായി പാട്ട് പാടുമോ? യെസ്. അപ്പോൾ ആ ഒരു വോയിസിലൂടെയാണ് ഞാനിപ്പോൾ ഓരോരുത്തരും ഫീൽ ചെയ്യുന്നത്. അല്ല, വോയിസിലൊരു വൈബ്രേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരു നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ഒരു റേക്കി ദീക്ഷ എടുത്ത ഒരാൾക്ക് അവരുടെ ശബ്ദത്തിലൂടെ ഒരാളെ ഹീൽ ചെയ്യാൻ പറ്റും. ഈവൻ റേക്കി ദീക്ഷ എടുത്ത ഒരാളുടെ ഹെയർ ഇല്ലേ, ഹെയർ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ പൊട്ടി വീഴും. അതെടുത്ത് കയ്യിൽ വെച്ചാൽ ആ എനർജി ഉണ്ടാവും അതിൽ. നഖം എനർജി ഉണ്ടാവും. നഖമൊന്നും മുറിച്ചെവിടെയും കൊണ്ടിടരുത്. അങ്ങനെയല്ല, ആ എനർജി നമുക്ക് മനസ്സിലാവും. മനസ്സിലായി. അല്ല, ആക്ച്വലി എന്താ ഹീലിംഗ് സമയത്ത് ആ ശബ്ദത്തിലൊരു വൈബ്രേഷൻ ഉണ്ട്. ഇത് നമ്മൾ സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പോലെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. സോ പിന്നെ നമ്മൾ നമ്മൾ പൂർണ്ണമായത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണല്ലോ ഇരിക്കുന്നത്. അല്ലാതെ വെല്ലുവിളിക്കാനിരിക്കുന്ന ആളല്ലല്ലോ. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ വെല്ലുവിളിക്കാനിരുന്നതന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഞാൻ വെല്ലുവിളിക്കാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു എനർജി കൗണ്ട് ചെയ്ത് പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ തലവേദനയായിരിക്കും എനിക്കിത്. പക്ഷേ വയറ്റിൽ പ്രോബ്ലം ഉണ്ട്. വയറ് വലിയ വയറാണ്. അല്ലല്ല, വലിയ വയറെല്ലാം അൺഹെൽത്തി ആണെന്ന് വിചാരിക്കരുത്. നമ്മുടെ അപ്പർ സ്റ്റൊമക്ക് വീർത്ത് കിടക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയതുകൊണ്ടാണ്. നമ്മുടെ ലോവർ സ്റ്റൊമക്ക് ഇങ്ങനെ ഫാറ്റി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാണ്. ഇതുവരെ ആയി വരുന്നുണ്ട്. അല്ല, ഞാൻ പറയാണ്. അപ്പം വയറിന് പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങളുടെ ദഹന പ്രക്രിയ പ്രോപ്പറല്ല. എല്ലാം പറയണോ? എല്ലാം പറയട്ടെ. നല്ല ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്. ഗണപതിയുടെ പ്രത്യേകമായ ബ്ലെസ്സിങ് കിട്ടിയ ആളാണ്. എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാലോ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അല്ല, വീഡിയോസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട്, ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നല്ല സാമ്പത്തികമായിട്ട് ബ്ലെസ്സിങ് ഉള്ള ആളാണ്. ഒരിക്കലും നിങ്ങൾ സ്റ്റക്കായി പോവില്ല. ഞാൻ സ്റ്റക്കായി പോവും? ഇല്ല.
സ്റ്റക്കായി പോവില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം വരും. ആ എന്നിട്ട് വലച്ചിട്ട് അവസാനം കൊണ്ടുതരും. ആ വരും. നമ്മളെ ഒന്ന് അത് ചിലപ്പോൾ കർമ്മയായിരിക്കാം നമ്മളത് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ബ്ലസ്ഡ് ആണ്. ദെൻ ആജ്ഞാചക്ര എത്തുന്ന സമയത്ത് സം ടൈംസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഏതൊക്കെയോ കാര്യങ്ങളിൽ. ഇത് വേണോ, അത് വേണോ, അത് വേണോ, ഇത് വേണോ, ചെറിയൊരു എനർജി ഇൻബാലൻസ് ഉണ്ട്. ഇഷ്ടമുള്ളത് മനസ്സിൽ കാണാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ 1000 കൂട്ടം കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ളതുണ്ടല്ലോ. കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പിന്നെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഒന്നുമില്ല. ശ്രദ്ധിക്കണം. പ്രായമായില്ലേ, നരച്ചു. അങ്ങനെയല്ല, കണ്ണിൻ്റെ വെയിൻസിന് ചെറിയൊരു എനർജി ഇൻബാലൻസ് ഉണ്ട്. നോക്കാം. പിന്നെ ത്രോട്ട് വലിയ കുഴപ്പമില്ല. ത്രോട്ടിനാണ് എനിക്ക് പ്രശ്നമുള്ളത്. അങ്ങനെയല്ല, അത് ഹെൽത്തി അല്ല. പക്ഷെ നമുക്കങ്ങനെ സംസാര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അതൊന്നുമില്ല. കോൺഫിഡൻ്റ് ആണ് സംസാരിക്കാനൊക്കെ, അതൊന്നും പ്രശ്നമില്ല. ഈവൻ ഹാർട്ട് എത്തുന്ന സമയത്തോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഫാമിലി ലൈഫൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല ഭാര്യയാണ്, നല്ല കൂട്ടാണ് ആള് അല്ലേ, ഒരു നല്ല സോൾമേറ്റ് പോലുള്ളൊരു വൈഫാണ്. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ വയറ് ശ്രദ്ധിക്കണം. വയറ് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കാരണം ദഹന പ്രക്രിയ പ്രോപ്പറല്ല. നിങ്ങൾക്ക് നെഞ്ചരിച്ചൽ, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇപ്പം ഇല്ലേ, ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിയപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിക്കും വേണ്ടി നമുക്ക് കൃത്യമായ സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല അല്ലേ? അല്ല, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഞാൻ കൃത്യം. പക്ഷേ എയർ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ 9 ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. 8:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ സ്ഥിരമായി കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. അവിടെ ഞങ്ങൾ കൃത്യമായി അവിടെ എത്തും, അവിടെ നിന്ന് കഴിക്കും. ഉച്ചയ്ക്ക് എന്തായാലും ഷൂട്ടൊന്നും ഇല്ലെങ്കിൽ 1 മണിക്ക് 2 മണി വിശക്കുമല്ലോ, സ്വാഭാവികമായിട്ട് വിശക്കും. പക്ഷേ എയർ ഫോം ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. നിരന്തരമായിട്ട് എയർ ഫോം ചെയ്യുമ്പോൾ വയറ്റിൽ അൾസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നെഞ്ചരിച്ചലുണ്ട്. അത് ഈ ഇങ്ങനെ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്, അത് സ്ഥിരമായിട്ട് വരുന്നത് നല്ലതല്ല. അത് ഈ റൈറ്റ് സൈഡിൽ ഈ ബോൺസിന്റെ ഇടയിൽ എയർ കയറി ഫില്ലായിട്ട് ചില സമയത്ത് ഭയങ്കര പെയിൻ ഉണ്ട്. ഞാൻ ട്രീറ്റ്മെന്റ് എടുത്ത് മാറിയതാണ്. ഫാറ്റി ലിവർ ഉണ്ടോ? ഇല്ല ഇല്ല. ഡ്രിങ്ക്സ് കഴിക്കാറില്ലേ? കഴിക്കും. ഡ്രിങ്ക്സ് കഴിക്കുന്നത് ശ്രദ്ധിക്കണം. ഇല്ല, ഞാൻ അങ്ങനെ സ്ഥിരം പാനി മദ്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മദ്യമല്ല, മാസത്തിലൊരിക്കലോ അത് കഴിക്കാം, പക്ഷെ ശ്രദ്ധിക്കണം. എനിക്ക് ഫാറ്റ് ലിവർ ഇല്ല. ഞാൻ കഴിഞ്ഞ മാസം 3 ദിവസം മുമ്പ് ചെക്ക് ചെയ്തു. ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണ്, കണ്ടാ പറയില്ല. എൻ്റെ റിസൾട്ടുകളിലെല്ലാം. പക്ഷെ നിങ്ങളുടെ റൂട്ട് ചക്രയിൽ ഇവർക്കൊക്കെ എല്ലാ പ്രശ്നങ്ങളും റൂട്ട് ചക്രയിൽ ചെറിയൊരു ഇൻബാലൻസ് ഉണ്ട്. അതാണ് ഇങ്ങനെ തടിച്ച് ഫാറ്റ് വർദ്ധിക്കുന്നത്. പാരമ്പര്യമായിട്ട് വന്നുള്ളത് അല്ല, അതും നിങ്ങൾ തടിച്ചോ കുഴപ്പമില്ല, അങ്ങനല്ല ഞാൻ പറയുന്നത്. ഈ ഫാറ്റ് ഓവറായാൽ എന്താ പ്രശ്നം? നമ്മുടെ മുട്ടിന് താങ്ങണ ഒരു പരിധിയിലിരുവത്തെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ സേക്രൽ ചക്ര ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലൊരു എനർജി ഇൻബാലൻസ് കാണുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലി സംടൈംസ് വല്ലാണ്ട് കയറി അങ്ങ് അറ്റാച്ച്ഡ് ആവരുത്. ഇമോഷണലി നമ്മൾ അറ്റാച്ച്ഡ് ആയില്ലെങ്കിൽ നമ്മൾ മനുഷ്യനാവോ? ഇതെന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഡിറ്റാച്ച്മെന്റ് ആണ് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ആരെയും ഇമോഷണലി കണക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്.